തൊപ്പി വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ട മനസ്സിലാവില്ല. അത് തൊപ്പി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോദം കാണില്ല. അല്ലല്ലോ പോലീസ് ജീവിതത്തിൽ വിരമിക്കുകയാണ്. ഫെയർവെൽ പരേഡ് കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നൊരു സന്തോഷം? വലിയ സന്തോഷമാണ്. കാരണം MSPന്ന് റിട്ടയർഡ് ചെയ്യാൻ പറ്റിയതും പക്ഷെ ഒരു ആർക്കും കിട്ടാത്തൊരു വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ MSPന്ന് റിട്ടയർഡ് ആവുന്നു. അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്കൊക്കെ അറിയാമായിരിക്കും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ ബർത്ത്ഡേ ഒരു വെള്ളിയാഴ്ച പരേഡ് ലാസ്റ്റ് മാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ച അല്ല സാറേ, അത് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അത് ഗോഡ് ഇസ് ഗ്രേറ്റ്. അത് എനിക്ക് കിട്ടി, അത് MSPന്ന് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഞാൻ പോലീസിൽ നിന്ന് റിട്ടയർഡ് ആവുന്നു. പക്ഷെ ഫുട്ബോളിൽ നിന്ന് ഞാൻ റിട്ടയർഡ് ആവുന്നു. ഫുട്ബോളിൽ എപ്പോഴും എനിക്ക് റിട്ടയർഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അക്കാഡമിയൊക്കെ തുടങ്ങണം. തീർച്ചയായിട്ടും ഗവൺമെൻറ് എൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും നല്ലൊരു അക്കാഡമി തൃശ്ശൂർ ഇവിടെ അതായിട്ട് രാജ് സാറായിട്ട് റവന്യൂ മിനിസ്റ്ററായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു അക്കാഡമി തുടങ്ങും. ഫുട്ബോളിൽ തന്നെ ഉണ്ടാവും. റിട്ടയർഡ് ചെയ്താൽ എന്താ ചെയ്യുക? എല്ലാവരും എനിക്ക് ഞാൻ യോയോൻ്റെ ആളാണ്, ഞാൻ പുള്ളിയുടെ ആളാണ്. റിട്ടയർഡ് ചെയ്താൽ നിൽക്കാൻ സമയം ഉണ്ടാവില്ല എനിക്കൊക്കെ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി ഇതൊക്കെ തുടങ്ങി നല്ല കുട്ടികളുടെ വാർത്തെടുക്കാൻ പറ്റുമല്ലോ. ഫുട്ബോൾ അക്കാദമിയാണ് തീർച്ചയായിട്ടും. അതെന്തായാലും നമ്മൾ എനിക്ക് പോലീസിലെ ജോലിയാണ്. പക്ഷെ നമുക്ക് പ്രൈവറ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ റിട്ടയർഡ് ചെയ്ത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമിയൊക്കെ തുടങ്ങി. ഫുട്ബോളിന് തന്നെ അക്കാഡമിയൊക്കെ തുടങ്ങി നല്ലൊരു അക്കാഡമി തുടങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഗവൺമെൻറ് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നടത്തും. നല്ലൊരു അക്കാഡമി എന്ന് വെച്ചാൽ അക്കാഡമികൾ കുറേ ഉണ്ട്. പക്ഷെ എൻ്റെന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രൊഫഷണൽ അക്കാഡമി, ഒരു അവിടെ നിന്ന് പഠിക്കുക പിള്ളേർ. അല്ലാണ്ട് ആഴ്ചയിൽ 3 ദിവസം ക്യാമ്പോ അങ്ങനെയല്ല. ഡെയിലി ക്യാമ്പ് കൊടുത്ത് പഠിക്കാനുള്ള അവസരവും കുട്ടികൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റലും അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ദൈവമേ, പതിറ്റാണ്ടോളം നല്ലൊരു പോലീസ് ജീവിതം കഴിയുകയാണ്. അപ്പോൾ MSP തന്നെ ഇപ്പോൾ റിട്ടയർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് അതിനെ? ഇല്ല, MSP എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ പോലീസാണ്. പക്ഷെ MSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും കൽക്കട്ടയാണ് ഫുട്ബോളിലെ മൈക്ക. ഞാൻ പറയും എപ്പോഴും മലബാറാണ്. പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അവിടുന്ന് ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള എനിക്ക് പോലീസ് ജീവിതത്തിൽ റിട്ടയർ ചെയ്ത് പോകുന്നത് MSP തന്നെ മലപ്പുറത്ത് നിന്നായത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം. പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഞാൻ അവരുടെ കൂടെ കമാൻഡ്മാരെ വർക്ക് ചെയ്ത എല്ലാവരും എൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഒരു ഫുട്ബോൾ പ്ലെയറിനെ എങ്ങനെ സ്നേഹിക്കുക, എങ്ങനെ കെയർ ചെയ്യുന്ന. കാരണം ഇവരൊക്കെ മലപ്പുറത്തുള്ളവരാണ്. ഷാഫ് സാറായാലും രാജ് സാറായാലും ഇവരൊക്കെ സാറ് ഇവിടെയാണ് മലപ്പുറത്ത്. അവരൊക്കെ ഫുട്ബോളിനെ കുറിച്ച് കുറേ അറിയുന്നതാണ്. അതുകൊണ്ട് എന്നെ ഭയങ്കര കെയർ ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇവിടെ വന്നപ്പോൾ അബി, രാജേഷ്, കുഞ്ഞുമ ഒക്കെ സ്പോർട്സുകാരാണ്. അതന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മുടെ സ്പോർട്സുകാരുടെ ഒരു ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ വലിയൊരു ഒത്തൊരുമ. അത് ഫാമിലി ആയിട്ടായാലും വലിയ ഇപ്പോൾ 28-ാം തീയതി ഇപ്പോൾ ലാസ്റ്റ് 28-ാം തീയതി ഇവിടെ കഴിയുന്നു. അപ്പോൾ എൻ്റെ പഴയ പ്ലേയേഴ്സ് തന്നെ കേരള പോലീസിലെ പഴയ പ്ലേയേഴ്സ് ഞങ്ങളായിട്ട് മലപ്പുറത്തൊരു മാച്ച് വയ്ക്കുന്നുണ്ട്. അതാണ് ലാസ്റ്റ് പരിപാടി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരാം. അപ്പോൾ അവിടെ കാണാം. ഓക്കെ, താങ്ക് യു.